ബംഗ്ലാദേശിയാണെന്ന് ആരാണ് ചോദിച്ചതെന്നുള്ളത് പുറത്തു വരട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നു, ബംഗ്ലാദേശിയാണോ ചോദിച്ചത് അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. കോൺഗ്രസിൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പർ ഇയാളെ അടിക്കാൻ ആളുകളോട് പറയുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള വോയിസ് അതിലുണ്ട്, ആ വീഡിയോ ക്ലിപ്പുകളിലുണ്ട്. പോലീസിൻ്റെ കയ്യിലുണ്ടല്ലോ, വീഡിയോ ക്ലിപ്പുകൾ മുഴുവൻ പോലീസിൻ്റെ കയ്യിലുണ്ടല്ലോ. പോലീസ് പരിശോധിക്കട്ടെ കൃത്യമായിട്ട്. കേരളത്തിലെ പോലീസ്, വാളയാർ പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. മധുവിനും അതുപോലെ തന്നെ രാജേഷ് മാഞ്ചിയുടെയൊക്കെ കേസിലുണ്ടായതുപോലെ ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. DCC പ്രസിഡന്റ് ഇനിയെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു പറയാൻ തയ്യാറാണ്. മുഴുവൻ ആളുകളെയും 15 പ്രതികളുണ്ട് എന്നുള്ളത് DCC പ്രസിഡന്റിന് ആരാ ഇൻഫർമേഷൻ കൊടുത്ത് 15 പ്രതികളാണെന്നുള്ളത്? 15 പ്രതികളുണ്ട്. ആ 15 പ്രതികളിൽ ഒരാൾ CPM കാരനും ബാക്കി 14 ആളും BJP RSS പ്രവർത്തകരാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 ആളും കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. പോലീസിൻ്റെ പിടിയിലുള്ള 2 ആളും കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. DCC പ്രസിഡന്റ് മറുപടി എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, ഇതിൽ കോൺഗ്രസിൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളെ കൃത്യമായി അന്വേഷിച്ചാൽ അവരടക്കം പ്രതിയാവും. അവരടക്കം ഇതിൽ പ്രതിയാക്കേണ്ടി വരും. പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. ആ വോയിസ് ക്ലിപ്പുകൾ പരിശോധിക്കട്ടെ പോലീസ്. ഞങ്ങൾ പറയുന്നില്ല, പോലീസ് അന്വേഷിക്കട്ടെ എന്ന്. കാരണം ഇതിലിപ്പോൾ പ്രതികളായിട്ട് വരുന്ന ആളുകൾ മുഴുവൻ RSS BJP-കാരല്ലല്ലോ, അനുഭാവികളല്ലല്ലോ. CPM-ന്റെ മുൻ കിഴക്കേ അട്ടപ്പള്ളം ബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള ആൾ CITUവിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ആനന്ദൻ വന്നു. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് 2 കോൺഗ്രസ്സുകാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ CPM-കാരനായിട്ടുള്ള ജഗദീഷ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സായി. കാലാകാലങ്ങളായിട്ട് ആ പ്രദേശത്ത് കോൺഗ്രസിൻ്റെ വർക്കിന് നേതൃത്വം നൽകുന്ന വിനോദ്. ഇനിയും വരട്ടെ, ലിസ്റ്റ് വരട്ടെ. ലിസ്റ്റ് വന്നിട്ട് ഞങ്ങൾ പറയാം. അപ്പോൾ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതൃത്വം ചെയ്യേണ്ടത് MP രാജേഷും DCC പ്രസിഡൻറ്റും പരസ്യമായിട്ട് കേരളത്തിലെ ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാവണം. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിന് മാപ്പ് പറയാനാണ് തയ്യാറാവേണ്ടത്. സ്വന്തം പാർട്ടിക്കാരുൾപ്പെട്ട ഒരു ആൾക്കൂട്ട കൊലപാതകം RSS-ൻ്റെയും BJP-യുടെയും തലയിൽ കെട്ടിവെക്കാനാണ് അവർ ശ്രമിച്ചത്. കോൺഗ്രസ്സുകാരോ അടക്കമുള്ള ആളുകളുണ്ടല്ലോ, പ്രതികൾ നിരവധി ഉണ്ടല്ലോ. പരിശോധിക്കട്ടെ വോയിസ്. അല്ല, കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ ഇയാളെ മർദ്ദിക്കാൻ പറയുന്നതിന്റെ വോയിസ് ഉണ്ട്. നിങ്ങൾ പോലീസിനോട് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറയും. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ മുൻ മെമ്പർ ഇയാളെ മർദ്ദിക്കാൻ പറയുന്നത് കൃത്യമായിട്ട് ആ വീഡിയോ ക്ലിപ്പിലുണ്ട്, വോയിസ് ഉണ്ട്. പോലീസ് അന്വേഷിക്കട്ടെ. അല്ലെ, നിങ്ങൾ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഞങ്ങളുടെ അല്ലല്ലോ, അമിത്ഷാജി അല്ലല്ലോ നിയന്ത്രിക്കുന്നത്. ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പോലീസാണല്ലോ. ആ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തത് 4 പേര് BJP അനുഭാവികളാണെന്നാണ്. BJP പ്രവർത്തകരാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തില്ല. ആനന്ദനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആനന്ദൻ കിഴക്കേ അട്ടപ്പള്ളം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ 35-40 വർഷമായിട്ട് CITUവിൻ്റെ ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ്റെ മെമ്പർഷിപ്പുള്ള ആളാണ്. പാർട്ടിയുടെ ഇപ്പോഴും പാർട്ടി മെമ്പർഷിപ്പുള്ള ആളാണ് ആനന്ദൻ. അപ്പോൾ ഇന്ന് പിടിയിലായ വിനോദിനെ സംബന്ധിച്ച് നിങ്ങൾ അവിടെ അന്വേഷിക്കുക. വിനോദ് കിഴക്കേ അട്ടപ്പള്ള പ്രദേശത്ത് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്. ജഗദീഷ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ CPM-ഉം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൊട്ട് കോൺഗ്രസുമായ ആളാണ്. ശ്രീ SK അനന്തകൃഷ്ണന് വേണ്ടിയിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച ആളാണ് ശ്രീ ജഗദീഷ്. നിങ്ങളത് രണ്ടാളുടെയും രാഷ്ട്രീയ പശ്ചാത്തലം പറയും. BJP-യുടെയും ഞങ്ങളുടെയൊക്കെ പറഞ്ഞ പോലെ അവരുടെയും കൂടി ഇത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇതല്ല എന്നും കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് നിലപാടുള്ളവരാണ് ഞങ്ങൾ.